നമുക്ക് കിട്ടിയിട്ടുള്ളത് നല്ല വലിയ നാടൻ മത്തിയാണ് കേട്ടോ. അപ്പോൾ മത്തി, ചാള എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം വലിപ്പമുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള മത്തിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല മഴയായിരിക്കും. അപ്പോൾ ഇതാ നമുക്ക് ആ മത്തീനെ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ മലയാളികളെന്ന് വേണ്ട എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു മത്സ്യവിഭവമാണ് ഈ മത്തി എന്ന് പറയുന്നത്. കാണുമ്പോൾ നിസ്സാരക്കാരനാണെങ്കിലും നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം ഉള്ള ഒരു ഫിഷാണ് ഈ മത്തി എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാനായിട്ട് ഇതിൽ ഒമേഗ 3 എന്ന് പറയുന്ന ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ വൈറ്റമിൻ ഡി, കാൽഷ്യം എന്നിങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിന് വേണ്ട ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു മത്സ്യവിഭവമാണ് ഈ മത്തി എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ആഹാരത്തിൽ ഈ മത്തി ഉൾപ്പെടുത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവം എന്ന് പറയുന്നത് മത്തി പൊരിക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മത്തീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ചാള എന്നൊക്കെ പറയാറുണ്ട്. ഇനി വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കതിൻ്റെ തലഭാഗമൊക്കെ നന്നായിട്ട് മുറിച്ചെടുക്കാം, ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് കിട്ടി. ശരിക്കും ചെറിയ മത്തി ആണ് നല്ല ഫ്രൈ ചെയ്യാനായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉള്ളത്, അതുപോലെ കറി വയ്ക്കുമ്പോഴും. അപ്പോൾ ഇന്നത്തെ മത്തിയിൽ അതിന് ഉള്ളിലായിട്ട് അതിൻ്റെ പലിഞ്ഞീനുണ്ട്, മീൻ മുട്ട എന്നൊക്കെ പറയാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പലിഞ്ഞീൻ, നമ്മുടെ ഇവിടെ പലിഞ്ഞീൻ എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ പലിഞ്ഞീൻ, മിക്ക മീനിൻ്റെ ഉള്ളിൽ നിന്നും എനിക്ക് പലിഞ്ഞീൻ കിട്ടി ഇന്നത്തെ. പലിഞ്ഞീൻ ഫ്രൈ ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതോടൊപ്പം തന്നെ. അപ്പോൾ മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തു. ഇപ്പം ഞാൻ ഒരെണ്ണം മാത്രം ക്ലീൻ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ എല്ലാ ഫിഷും കൂടെ നമുക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ട് ചട്ടിയിലിട്ടിട്ട് ഒന്ന് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോയി നല്ല ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ തലയോട് കൂടിയാണ് മത്തി, അതായത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് കൊണ്ട് തന്നെ തലയോടുകൂടി നമ്മൾ തലയുടെ സൈഡ് ഭാഗത്തുള്ള ചെകിളൊക്കെ കളഞ്ഞിട്ട്, കുടലൊക്കെ കളഞ്ഞിട്ട് ആ കണ്ണൊക്കെ അങ്ങനെ തന്നെ നിർത്തിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത ശേഷം അതിനെ മസാല ഒക്കെ പുരട്ടുമ്പോൾ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലാ മീനെയും വരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇനി മസാല, അത് ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ നമുക്ക് പച്ച കുരുമുളക് കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഉണക്ക കുരുമുളകാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പച്ചക്കുരുമുളകിന് ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ കുരുമുളക് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി പച്ചമുളക് ആവശ്യമുണ്ടെങ്കിൽ പച്ചമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പച്ചമുളക് എടുത്തിട്ടില്ല, പകരം മുളക് പൊടിയാണ് ഇടുന്നത്. അപ്പോൾ അതിനാവശ്യമില്ലാത്ര ഉപ്പും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മീനിലേക്ക് അരച്ച് ചേർക്കാനുള്ള അരപ്പ് നന്നായിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇതിനെടുത്തിട്ട് നമുക്ക് ആ മീനിലേക്ക് നന്നായിട്ട് തേച്ചൊന്ന് പിടിപ്പിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ വരഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ വരഞ്ഞ് ഇടുന്നത് കേട്ടോ. അപ്പോൾ ആ മസാലയൊക്കെ നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് അതിനൊന്ന് തേച്ചൊന്ന് പിടിപ്പിക്കാം.
അപ്പോൾ അത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല വരുന്ന രീതിയിലൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ മത്തിക്കറി, മത്തി കൊണ്ടുള്ള ഫ്രൈ, അതേപോലെ നമ്മൾ കപ്പയും മത്തിയും കൂടെയും വെച്ചിട്ടുള്ള കറി, ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കപ്പയും മത്തിയും കൂടെയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള പലിഞ്ഞീനും നമ്മളെടുത്തിട്ട് മസാല തേച്ചു. അതിന് ശേഷം കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിന് ശേഷമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ മത്തി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എല്ലാ മത്തിയും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ മത്തിയും കൂട്ടി ഉച്ചയ്ക്ക് നല്ല ഒരു പിടി പിടിക്കണം. അപ്പോൾ ഇതാ വരും നമുക്ക് ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇതാ നമ്മൾ മത്തിക്കറിയും കൂട്ടി നമ്മൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാണ്. ഇതാ ഇവിടെ സ്രാവിൻ്റെ കറിയുണ്ട്, അതുപോലെ പലിഞ്ഞീൻ ഫ്രൈ ചെയ്തതുണ്ട്, അതുപോലെ ചെമ്മീൻ കുറച്ച് റോസ്റ്റ് ചെയ്തതുണ്ട്, അതുപോലെ നമ്മുടെ മെയിൻ താരമായിട്ടുള്ള നമ്മുടെ ഫ്രൈ അല്ലേ, ഫിഷ് ഫ്രൈ ഉണ്ട്, അതുപോലെ സാമ്പാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്